പാലമൊന്നും നാരായണൻ നമ്പൂതിരി. ഇവിടെ 7 പേരാണ് ആ മണിത്തറയിൽ കയറിയിട്ട് പൂജ കഴിക്കാൻ അധികാരമുള്ള നമ്പൂതിരിമാര്. അതിൽ ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മറ്റു നമ്പൂതിരിമാർ ധാരാളമുണ്ട്, പക്ഷെ അവർക്കൊക്കെ താഴെയാണ് പോയത്. ആ തറയിൽ കയറാൻ ഞങ്ങൾക്ക് 7 കുടുംബക്കാരുണ്ട്, അവർക്ക് മാത്രമേ അത് പാടുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ഥലം പരശുരാമന്റെ സൃഷ്ടിയാണ്. കേരളം തന്നെ പരശുരാമന്റെ സൃഷ്ടിയാണല്ലോ. അപ്പോൾ ഭാരതത്തില് നടന്നത് എന്തെല്ലാമോ അതൊക്കെ കേരളത്തിൽ വേണം എന്നത് പരശുരാമന്റെ തീരുമാനമാണ്. അങ്ങനെ ദക്ഷയാഗം നടന്ന സ്ഥലം അദ്ദേഹം ഉണ്ടാക്കിയതാണിത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അമ്മ മറഞ്ഞ സ്ഥലമാണ് ഈ വട്ടത്തിൽ കാണുന്ന ഒരു കല്ല് തറയില്ലേ, അമ്മാറയ്ക്കൽ എന്നതിന് പേര് വരാൻ കാരണം അതാണ്. അമ്മ മറഞ്ഞ സ്ഥലം, സതീദേവി യോഗത്യാഗം ചെയ്ത സ്ഥലമാണ്. വൈശാഖ മഹോത്സവം എന്ന് പറയും. വിശാഖ നക്ഷത്രമായിട്ടാണ്. അതായത് ഇടവത്തിലെ വിശാഖ നക്ഷത്രം ഒരു പ്രത്യേക രാശിക്ക് തട്ടുകയും വേണം. അത് ഇടവം സൂര്യൻ ഉദിക്കുന്നത് ഇടവൻ രാശിയിലാണ്. 5 നാഴിക രാശി. അപ്പം 2ാമത്തത് മിഥുനൻ രാശി, 3ാമത്തത് കർക്കിടകൻ രാശി. ഈ 3ാമത്തെ രാശി ഏത് ദിവസമാണോ കിട്ടുന്നത് വിശാഖം, ആ ദിവസമാണ് ഇവിടെ ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഈ ഭണ്ഡാരം എന്ന് പറയുന്നത് വെള്ളിക്കുടം, മറ്റു പാത്രങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിവിളക്ക്, വലിയ കിടാരം, ഇങ്ങനെയുള്ള പൂജാപാത്രങ്ങൾ, ഇതൊക്കെ അതെല്ലാം വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുള്ളതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നൈവേദ്യം വെക്കാനുള്ളത് ചെമ്പ് പാത്രമാണ്. അതല്ലാതെ പൂജക്കായിട്ടുള്ള ഉപയോഗിക്കുന്നത് മുഴുവൻ വെള്ളിയും സ്വർണവും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സൂക്ഷിക്കുന്നത് ഇവിടുന്ന് 10 നാഴിക അകലെയുള്ള ഗോപുരത്തിലാണ്. മണത്തണ ഗോപുരം എന്ന് പറയുക. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ദിവസം ഇടവത്തിലെ വിശാഖം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം, അന്ന് ഭണ്ഡാര എഴുന്നള്ളത്ത് എന്നാ പറയാ. അത് ഇങ്ങോട്ട് വരുന്നത്. അത് അക്കര അമ്പലത്തിലെത്തിയാൽ, ഇന്ന് അമ്പലം ആയിട്ട് കാണുന്നത് ഒരു ഇല്ലാണ്, അത് പിന്നെ പറയാം. അപ്പോൾ ആ സ്ഥലത്തെത്തിയാൽ ഈ കർമ്മബിംബങ്ങളും കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വരും. പിറ്റേ ദിവസം മുതലാണ് ഇവിടെ പൂജാദികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഭണ്ഡാര എഴുന്നള്ളത്ത് അടിസ്ഥാനമായിട്ട് കണക്കാക്കിയിട്ട് അതിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ദിവസങ്ങൾ ഗണിച്ചെടുത്തിട്ടാണ് മറ്റെല്ലാ പ്രധാന ദിവസങ്ങളും കണക്കാക്കുന്നത്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം വിശാഖം കർക്കിടകൻ രാശിക്ക് തട്ടുന്ന ദിവസം ഇടവത്തിൽ. അത് 2 ദിവസം വന്നാൽ ആദ്യത്തേത് എടുക്കണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിധി. അപ്പം ആദ്യം നെയ്യാട്ടാണ്. അത് ഇതിൻ്റെ തലേ ദിവസമാണ്. അതിൻ്റെ മുമ്പിൽ ഒരു നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് പണ്ട് ഇവിടെ വേട്ടക്കാര്, കുറിച്യന്മാര്, ആദിവാസികള് അമ്പ് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലുമേലാണ് വെച്ചപ്പോഴും അതിൽ ചോര പൊടിഞ്ഞു. അത് കണ്ട് പരിഭ്രമായി. ആ പരിഭ്രമം കൊണ്ട് അവര് അടുത്തുള്ള ഇല്ലത്ത് പോയി പറഞ്ഞു. അവിടുത്തെ നമ്പൂതിരി ഇവിടെ വന്നു. അപ്പോൾ പാത്രമൊന്നുമില്ല. പുഴ കടന്നു വരുമ്പോൾ അവിടുന്ന് പൂവയിലയിൽ വെള്ളം മുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. അങ്ങനെ ചോര നിന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പൂതിരിക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹമാണ് ഈ അമ്മാറത്തിലെ പൂർണ്ണാധികാരി. ആ ഇല്ലമാണ് ഇപ്പോൾ അമ്പലത്തിന്റെ രൂപത്തിലാക്കുന്നത്. മുൻഭാഗം മാത്രമേ ഉള്ളൂ അമ്പലമായിട്ട് കാണുന്നത്. ഉള്ളില് നടുവിറ്റാണ്. അതിന്റെ പടിഞ്ഞാറ്റ മുറിയിലാണ് പടിഞ്ഞിറ്റ നമ്പൂതിരി ഈ ബിംബങ്ങളൊക്കെ സൂക്ഷിക്കുക. ഉത്സവത്തിന് മാത്രം ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അതിൽ പെരുമാളുടെ ബിംബം ഞങ്ങളും ഭഗവതിയുടെ ബിംബം പടിഞ്ഞിറ്റാണ് കൊണ്ടുവരേണ്ടത്. പിന്നെ കൊണ്ട് ചെല്ലുന്നത് വരെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെ. അങ്ങനെ ഉത്സവം നെയ്യാട്ട ദിവസം തുടങ്ങുന്നു. അപ്പോൾ നീരെഴുന്നള്ളത്ത് 5 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞ് നെയ്യാട്ടം ഭണ്ഡാര എഴുന്നള്ളത്ത് മുതൽ ഉത്സവം തുടങ്ങി. അന്ന് മുതൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. പിന്നെ അന്ന് മുതൽ തിരുവോണം വരെ ദേവന്മാരുടെ ഉത്സവമാണ്. അധികം വാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ശിവേലിക്ക്
ശിവഗുരുവിൽക്കൊക്കെ പാണി ഉണ്ടാവും. പിന്നെ പൂജാ സമയത്ത് സോപാന സംഗീതം ഉണ്ടാവും. ഇത്ര ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ തിരുവോണം മുതൽ മകം ഉച്ച വരെ മനുഷ്യരുടെ ഉത്സവം. വലിയ ആർഭാടങ്ങളൊക്കെ അന്നേരം ഉണ്ടാവുക. ആരാധനകൾ ഇന്നിപ്പോൾ ആരാധനയാണ്, ഇന്ന് രോഹിണി ആരാധനയാണ്. ഇന്ന് കുറുമാത്തൂർ നായ്ക്കർ എന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ, അദ്ദേഹം തളിപ്പറമ്പ് ദേശത്തിൻ്റെ മേധാവിയാണ്. ആഴുവാഞ്ചേരി തമ്പ്രാക്കളുടെ സ്ഥാനം ഈ തളിപ്പറമ്പ് പെരിഞ്ചേലൂർ ഗ്രാമത്തിൽ അദ്ദേഹത്തിനാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്തെങ്കിലും തീരുമാനമൊക്കെ പറയണമെങ്കിൽ പറയുക. വൈദിക കാര്യങ്ങളിൽ തീർപ്പ് ഏൽപ്പിക്കാനുള്ള അധികാരമൊക്കെ ഉള്ള ആളാണ്. തളിപ്പറമ്പിലെ ഏറ്റവും വിശേഷനായ ബ്രാഹ്മണോത്തമനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ഒരു പുഷ്പാഞ്ജലിയുണ്ട്. വരുന്നത് ഇവിടെ നടന്നത് യാഗാണ്. അപ്പോൾ ദക്ഷന്റെ കഴുത്ത് പിരിച്ച് ഹോമിച്ചു, മൃദുവിന്റെ താടി പിടിച്ച് വലിച്ചെറിഞ്ഞ്, പൂഷാവിന് പല്ലടിച്ചു കൊഴിച്ചു പരിഹരിച്ചതുകൊണ്ട് പിന്നെ അവസാനം ദേവന്മാർ, ബ്രഹ്മാവ് വിഷ്ണു ഒക്കെ വന്ന് ദേവന്മാരൊക്കെ വന്നത് ശിവനെ സ്തുതിച്ച് എങ്ങനെയെങ്കിലും നേരാക്കണം, യാഗം പകുതിക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ, മുഴുവിപ്പിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആടിൻ്റെ തല വെച്ചു കൊടുത്തു, മൃഗുവിന് ആടിൻ്റെ താടി വെച്ചു കൊടുത്തു, പൂഷാവിന് പല്ല് കുഴിച്ചു. അയാൾ അരിച്ചിട്ട് കഴിച്ചോട്ടെ എന്നായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. അപ്പം അത് ആ താടിയാണ് ഇന്ന് ഓടപ്പുമായിട്ട് വെക്കുന്നത് കേട്ടോ, മൃഗുവിൻ്റെ താടി. പിന്നെ ഇവിടുത്തെ ഉത്സവ വിധികളും ചിട്ടകളും മറ്റുള്ള സ്ഥലങ്ങളിലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലേതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം ഇവിടത്തേതായിട്ടുള്ളതാണ്, പ്രത്യേകതയുള്ളതാണ്. ദിവസവും വൈകുന്നേരം വെള്ളം കൊണ്ടുണ്ടായിട്ട് സാധാരണ ശുദ്ധജലം അതെല്ലാ ദിവസവും ഉണ്ട്. ഇതിന് കാരണം മറ്റൊന്നു കൂടിയുണ്ട്. ശിവൻ അഭിഷേകപ്രിയനാണ്, വിഷ്ണു അലങ്കാരപ്രിയനാണ്. മാലയും വനമാല, മുത്തുമാല ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ മകരകുണ്ടലം, അംഗതം ഇതൊക്കെയുള്ള ആളാണ്. അലങ്കാരപ്രിയനാണ് വിഷ്ണു. ദേവിയാണെങ്കിൽ സ്തോത്രപ്രിയാണ്, സ്തുതിയാണ്, അവരെ സ്തുതിക്കുക വേണ്ടത്. അപ്പോൾ അഭിഷേകപ്രിയനാണ് ശിവൻ. അതുകൂടി ഇതിന് കാരണമാണ്. ഈ ഒരു മറത്തറയുടെ ചുറ്റും ഇങ്ങനെ കുറെ നാളികേരം കാണുന്നുണ്ടല്ലോ, പൊതിച്ച അത് ഓരോരുത്തർ അവിടെ സമർപ്പിക്കുന്നതാണ്. വൈകുന്നേരം എടുത്തു കൊടുക്കും, ദേവസ്വത്തിലേക്ക് എടുത്തു കൊണ്ടുപോകും. അല്ലാണ്ട് അതിന് വേറെ അതിന് വേറെ ഒന്നുമില്ല. നേരെ പക്ഷെ അവിടെയുള്ളതിനുണ്ട്, ആൽത്തറയിലും ഉണ്ട്. അത് ആനയ്ക്കുള്ളതാണ്, ആനയ്ക്ക് കൊടുക്കാനാണ്, ഭക്തജനങ്ങൾ കൊണ്ടിടുന്നതാണ്. പിന്നെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ പേര് അത് ഞാൻ പറഞ്ഞല്ലോ, യാഗത്തിന്റെ അവസാനം ഈ കോപം ശമിപ്പിക്കാൻ വിഷ്ണുവും ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ഒക്കെ കൂടി വന്നു. അങ്ങനെ കൂടിച്ചേർന്ന ഊരാണ് കൂടിയൂര്. അത് പറഞ്ഞു കൊത്തിയൂരായി. വേറൊരു പേരുണ്ട് ഇതിന്, ഈ സ്ഥലത്തിന്. ഇവിടെ മലയുടെ മുകളിൽ തൃശ്ശിരസ് എന്നൊരു മഹർഷി തപസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് തൃശ്ശിരാചലം എന്ന് പറയും. അതിൻ്റെ മറ്റൊരു രൂപമാണ് തൃച്ചെറുമഞ്ഞ്. തൃച്ചെറുമഞ്ഞ് എന്ന കൊട്ടിയൂർ എന്നാണ് രേഖയിലൊക്കെ കാണുക. തൃച്ചെറുമഞ്ഞ് എന്നുള്ള പേര് വരാൻ കാരണം തൃശ്ശിരസ് തപസ് ചെയ്ത സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് കണ്ണൂരിൽ വേറെ. അത് ഒന്ന് തൃച്ചംബരാണ്, പിന്നെ തിരുവങ്ങാട്, പിന്നെ പയ്യന്നൂര്, തിരുനെല്ലി. അപ്പോൾ അതൊരു ഓർഡറിൽ പറയുമ്പോൾ അങ്ങനെയല്ല പറയും. രാജരാജേശ്വരൻ്റെ തളിപ്പറമ്പിൽ രാജരാജേശ്വരൻ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള മറ്റു മൂർത്തികളാണ് ഇവരൊക്കെ. അതത് തൃച്ചംബരം. അവിടെ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ എല്ലാവരെയും രക്ഷിക്കുന്ന ആളാണ്. പശുപാലനം ആണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. എല്ലാ ജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന ആളാണ്. രണ്ടാമത്തത് ശ്രീരാമനാണ്. തിരുവങ്ങാട്, അത് തിരുവങ്ങാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ശ്രീരാമനാണ്. രാജ്യഭരണാണ് ജോലി. മൂന്നാമത്തത് പയ്യന്നൂര്, അത് സുബ്രഹ്മണ്യനാണ്. ദേവസേനാധിപൻ, അപ്പോൾ സേനാധിപത്യം. നാലാമത്തത് ഇവിടെയുള്ള ശിവൻ. ശിവന്റെ ജോലി സമ്മതിക്കുക അല്ലേ? എല്ലാം സമ്മതിക്കില്ല, വേണ്ടാത്തതൊക്കെ ഇല്ലാതാക്കുക. അങ്ങനെയാണ്. ആവശ്യമുള്ള നിലനിർത്തും. പിന്നെ തിരുനെല്ലി, അത് മോക്ഷം കൊടുക്കുന്ന ആളാണ്, വിഷ്ണുവാണ്.
അപ്പോൾ തൃച്ചംബരം, തിരുവങ്ങാട്, പിന്നെ പയ്യനാണല്ലോ. തൃച്ചെറുമന്, തിരുനെല്ലി, എല്ലാം തിരുന്ന് ചേർത്തിട്ടാണ് പേര്. അപ്പോൾ കുട്ടിയായതുകൊണ്ട് അങ്ങനെയല്ലേ. പണ്ടുള്ള ആളുടെ യുക്തിയാണ് കാണിക്കുന്നത്. എല്ലാത്തിനും തിരുന്ന് ചേർത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഓരോ ജോലിയുണ്ട്. പിന്നെ ഈ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭസ്മാണ് പ്രസാദമായിട്ട് കാര്യമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ ആ അടുപ്പ് നോക്കിയാൽ മതി. അവിടെ മുന്നോട് വിറക് കൂട്ടി വെച്ചത് കത്തിക്കുന്നു. ഒരു ദിവസം എത്ര കിൻഡിൽ വിറക് കത്തുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുളിച്ചാൽ കുറിയിടാൻ ഭസ്മം കിട്ടാറില്ല. ഭസ്മത്തിന് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ മണ്ണൊക്കെ അടിയിൽ നിന്ന് എടുത്തിട്ട് അവിടെ കുളിച്ചാൽ ഭസ്മം നനച്ച് കുറിയിടുന്ന നിയമമുണ്ട്. അപ്പം അതിന് വലിയ ക്ഷാമമാണ്. ഈ സമയത്ത് തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ ഭസ്മം ഉണ്ടാവും. ഇത് രാത്രി ഇവിടുന്ന് വാരിക്കൊണ്ടിടുന്നതൊന്നുമല്ല. അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തമ്മിലുള്ള ബന്ധമാണ് ക്ഷേത്രങ്ങൾ തമ്മിൽ. പിന്നെ ഇത് വയനാടാണ് ഇപ്പം തിരുനെല്ലി. പക്ഷെ പണ്ട് കണ്ണൂർ ജില്ല കോട്ടയം ജില്ലയാണ് കേട്ടോ. കോട്ടയം ജില്ലയാണ് പണ്ട്. തലശ്ശേരി താലൂക്ക്, കോട്ടയം ജില്ല, തലശ്ശേരി താലൂക്ക്. അവിടെ ഒരു കോട്ടയം ജില്ല വന്നതുകൊണ്ടാണ് ഇവിടെ പേര് മാറിയത്, കണ്ണൂർ ജില്ലയാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് വയനാട്. കോട്ടയം തമ്പുരാൻ. കോട്ടയം തമ്പുരാൻ, കോട്ടയം കഥകളിയുടെ കർത്താവ്. പിന്നെ പഴശ്ശിരാജാവ്, അത് കോട്ടയത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് 4 ഗോപുരങ്ങളാണ് അമ്പലത്തിൻ്റെ ചുറ്റും. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ചുറ്റും. ഇവിടെയാണ് കോട്ടയം രാജാക്കന്മാരുണ്ടായിരുന്നത്. അതിൽ കിഴക്കേ കോവിലത്തിൻ്റെയാണ് ആ ക്ഷേത്രം. ഇതും അതെ. പിന്നെ തെക്ക്, പടിഞ്ഞാറ്, വടക്ക് 4 കോവിലകങ്ങൾ. അതിൽ വടക്കേ കോവിലകൻ ചാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അത് ഇല്ലാതെ, തീരെ ഇല്ലാതെ. അവർക്ക് അവിടെ ഒരു പാർത്ഥസാരഥി ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് കൂത്തുപറമ്പിലേക്ക് മാറ്റി. കൂത്തുപറമ്പിലാണ് പിന്നെ ഇവരൊക്കെ പോയി താമസിച്ചത്, തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട്. ഈ ബാക്കി 3 കോവിലകങ്ങൾ, 4മത്തത് ഇല്ലാണ്ടായി. അപ്പം അതിൽ തെക്കേ കോവിലകമാണ് പഴശ്ശി എന്ന് പറയുന്നത്. ഒരു വിങ്ങ്, അവർ വേറൊരു താവഴിയിൽ നിന്ന് മാത്രം. ഈ കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് വലിയ ആളി. മറ്റത് വേറൊരു കേരളവർമ്മ ആണ്, കോട്ടയം കേരളവർമ്മ. അത് കിഴക്കേ കോവിലകമാണ്. എൻ്റെ കാണി ആട്ടക്കഥകൾ, 4 ആട്ടക്കഥകൾ. അത് നോക്കുന്നതിൽ വെച്ചാണ് ഇപ്പോഴും ആട്ടക്കഥയുടെ നാന്ദി ശ്ലോകം മാതംഗാനം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമാണ്. അത് നോക്കുന്ന അമ്മയെക്കുറിച്ചാണ്. ഇവിടെ നടക്കുമ്പോ തന്നെ ചില അമ്പലങ്ങളിൽ ഈ ഇളനീരാട്ടം ഇത് നടക്കണ്ടല്ലോ. ജഗന്നാഥ ക്ഷേത്രം, പിന്നെ സുന്ദരേശ്വര ക്ഷേത്രം. 2 ഉള്ളൂ, അല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും? ഇത് 2. ഈ സമയത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കുറച്ച് ഉപക്ഷേത്രങ്ങളുണ്ട്. ജാതി, കുറ്റ്യാടിയാണ്. കുറ്റ്യാടിൽ, പിന്നെ വയനാട്ടിലുള്ള പൈങ്ങാട്ട് ക്ഷേത്രം, ഇങ്ങനെയുള്ള കുറെ ഉപക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ അടച്ചിട്ടാണ് ഈ സമയത്ത്. ഇവിടുത്തെ ഉത്സവ സമയത്ത് ഈ ഉപക്ഷേത്രങ്ങളൊക്കെ അടച്ചിട്ടുണ്ടാവും. ഇരിക്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ കുറച്ചങ്ങോട്ട് പോയാൽ ഇടത്ത് വശത്ത് കുറച്ച് ശൂലമൊക്കെ നാട്ടിയിട്ട് കാണാം. അവിടെ കുറച്ചൊരു ഒറ്റപ്പിരാൻ അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വേഷത്തിൽ വരുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ ഭാഗത്ത് ഓച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഓച്ചർ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കുന്ന ആള്, വാദ്യക്കാരൻ. അയാൾ ഇവിടെയുള്ള പാട്ടാളി എന്ന് പറഞ്ഞ വേറൊരു സ്ഥാനികയുണ്ട്. അയാൾക്ക് വിളിച്ച് പറയും, മുത്തപ്പനെ പാലക്കുഴിയിൽ അടിയിരിക്കായി വിളിച്ചു പറയണം. ഇല്ലാതെ കേട്ടാൽ അവിടെയുള്ള ആളെ വിളിക്കും. ഇയാൾ അങ്ങോട്ട് വിളിക്കും, പണിക്കരെ മുത്തപ്പനെ പാലക്കുഴിയിൽ അടിയിരിക്കുക വിളിച്ച് പറയണം. ഇങ്ങനെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ. അതേ മറുപടി ഇങ്ങോട്ടും കിട്ടും. പിന്നെ പ്രത്യേക സിഗ്നൽ ഞങ്ങൾക്ക് മാത്രം അറിയുന്നതല്ല. അപ്പം ഞങ്ങൾ രാശി, ആ രാശിയിലൊക്കെ മുത്തപ്പനോട് തെളിവും ചെയ്യും. അത് കഴിഞ്ഞാൽ അതിന് നല്ല തണുപ്പുണ്ടല്ലോ. അപ്പൊ ആ തണുപ്പ് കിട്ടാൻ വേണ്ടി 9 മണി, രാത്രി 9 മണിക്ക് തുടങ്ങി പിന്നെ രാവിലെ വരെ ഒക്കെ ഉണ്ടാവും. ഇത്രയും ആൾക്കാരുണ്ട്. ശിവായ ഓം നമഃ
ശിവായ. ഓം നമഃ ശിവായ.